നമസ്കാരം. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ നോമിനിയുമായ ഇന്ത്യൻ വംശജ കമല ഹാരിസ് ദേശീയ തലത്തിലും നിരവധി പ്രധാന സംസ്ഥാനങ്ങളിലും തന്റെ കുതിപ്പ് തുടരുകയാണ്. 59-കാരിയായ ഹാരിസ് ഫണ്ട് ശേഖരണത്തിലും മികവ് തുടരുക മാത്രമല്ല, തന്റെ പ്രചാരണ ഫണ്ടിനെ അഭൂതപൂർവമായ തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ റാലികളിൽ റെക്കോർഡ് ജനക്കൂട്ടത്തെ ആകർഷിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കും. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു ധനസമാഹരണ പരിപാടിയിൽ കമല ഹാരിസ് തന്റെ ആത്മവിശ്വാസം തുറന്നു പറഞ്ഞു. ആ ഒറ്റ പരിപാടിയിൽ നിന്ന് മാത്രം $12 മില്യൺ അവർ സമാഹരിച്ചത്. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതിന് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി ഒരു മാസത്തിനുള്ളിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന്റെ ദേശീയ ലീഡ് മറികടക്കാൻ കമല ഹാരിസിന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രധാന ദേശീയ സംസ്ഥാന വോട്ടെടുപ്പുകളും നിരീക്ഷിക്കുന്ന റിയൽ ക്ലിയർ പൊളിറ്റിക്സ് അവലോകനം അനുസരിച്ച് കമല ഹാരിസ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്ന സർവേകളിൽ ശരാശരി 0.5% മേൽ ട്രംപിനേക്കാൾ മുന്നിലാണ്. ബൈഡൻ മുമ്പ് പിന്നിലായിരുന്ന വിസ്കോൺസിൻ, മിഷിഗൺ എന്നീ 2 പ്രധാന സംസ്ഥാനങ്ങളിലും കമല ഹാരിസ് മുന്നേറിയിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും പുതിയ വോട്ടെടുപ്പ് പ്രകാരം പെൻസിൽവാനിയ, വിസ്കോൺസിൻ, മിഷിഗൺ എന്നിവിടങ്ങളിൽ കമല ഹാരിസ് 4% വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തന്റെ പ്രചാരണത്തിന് പിന്നിലെ ആവേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സർവേകളിലെ സൂചന ഉയർന്നതായാലും താഴ്ന്നതായാലും താൻ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്ന ആളല്ല എന്ന് കമല ഹാരിസ് പറഞ്ഞെങ്കിലും ജനങ്ങൾ അവരുടെ അധികാരം ഉപയോഗിക്കാൻ തയ്യാറാണ് എന്ന ആത്മവിശ്വാസം പങ്കിട്ടു. രാജ്യത്തുടനീളമുള്ള ഊർജം അനിഷേധ്യമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളും ഞങ്ങളുടെ എതിരാളികളും ഞങ്ങളുടെ ജനക്കൂട്ടത്തിന്റെ വലിപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കാരണം തടിച്ചുകൂടുന്ന ജനക്കൂട്ടം അത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം കമല ഹാരിസ് അഭിസംബോധന ചെയ്ത നൊവാഡയിലെ യോഗത്തിൽ 12,000-ലധികം പേരാണ് പങ്കെടുത്തത്. ആധുനിക നൊവാഡ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ റാലികളിൽ ഒന്നായിരുന്നു അത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ നടന്ന റാലിയിൽ 14,000-ലധികം പേരും, ഈക്ലെയറിൽ 12,000-ലധികം പേരും, ഡെട്രോയിറ്റിലും അരിസോണയിലും 15,000-ലധികം പേരും പങ്കെടുത്ത റാലികളാണ് കമലയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കമല ഹാരിസ് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് സൂചന. ആദ്യ ഇന്ത്യൻ വംശജയും.